ചന്ദ്രകുഞ്ഞിന്റെ പ്രകാശിന്റെ വിവാഹം ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കുമെന്നാണ് അറിഞ്ഞത്. അതേത് രീതിയിലും ശിവൻകുഞ്ഞ് നടത്തുകയും ചെയ്യും. അത് നടന്നാൽ മഹേന്ദ്ര സാർ ഇതുവരെ എന്തെല്ലാം ചെയ്തു കൂട്ടിയോ അതിനൊന്നും ഒരു വിലയും ഇല്ലാതാവും. ഇതിനോടകം മനസ്സിലായി കാണുമല്ലോ അല്ലേ? അത് പിന്നെ എന്നോട് പറയണമെന്നില്ല, ഓർമ്മയിലുണ്ടായിരുന്നാ മതി. മഹേന്ദ്രൻ ഇത് മുടക്കാൻ അയാൾ എന്ത് കളിയും കളിക്കും. ശിവ, എല്ലാരും എത്തിയല്ലോ. അല്ല, നിങ്ങളിതുവരെ ഒരുങ്ങിയില്ലേ? ഇതാണ് അഡ്രസ്. അല്ല, ഞാൻ റെഡിയായി നിൽക്കുക. പിന്നെ കല്യാണ പെണ്ണിനെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. അത് ഞാൻ റെഡിയാക്കി എടുത്തോളാം. അയ്യോ അത് വേണ്ട റാണി, ഞാൻ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരുങ്ങിക്കോളാം. ഈ കെട്ടും വെച്ച് ചെയ്യുമ്പോ കൈ അനങ്ങിയാലോ? അതൊക്കെ ഞാൻ വേണ്ട വിധത്തിൽ ചെയ്തോളാം. കല്യാണ പെണ്ണ് അനങ്ങാതൊന്ന് നിന്ന് തന്നാ മാത്രം മതി. അല്ലെങ്കിൽ തന്നെ കല്യാണ പെണ്ണിന് ഒരു അഭിപ്രായം പാടില്ലെന്നാ. മറ്റുള്ളവർ എന്ത് ചെയ്താലും എതിരഭിപ്രായമല്ല അത് അനുഭവിക്കാം. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന് അത് ഉപകരിക്കും. അച്ഛനെ, അപ്പൊ കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? അതൊക്കെ സെറ്റാണ്. എന്നാലും നീ ആ രജിസ്റ്റർ ഓഫീസിൽ പോയി അവിടെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. അത് മറ്റേ പ്യൂണ് ആ ദിനകരൻ ചേട്ടനുണ്ടല്ലോ, പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ അങ്ങ് ചെയ്തോണം. അയ്യോ അയ്യോ, എന്റെ ആവശ്യത്തിന് കാശുണ്ട്. എന്നാലും ഇത് അങ്ങോട്ട് ഇരിക്കട്ടാ. ഒരു കല്യാണമല്ലേ, എന്തെങ്കിലുമൊക്കെ ചെലവുണ്ടാവും. എന്നാ പിന്നെ നീ വിട്ടോ, രജിസ്റ്റർ ഓഫീസ് വെച്ച് കാണാം. പോയിട്ട് വാടാ. ശരി എന്നാ. അച്ഛനെ, സമയത്ത് അവിടെ എത്തിക്കണം. അതൊക്കെ ഞങ്ങൾ എത്തിക്കോളാടാ. എന്നാ പിന്നെ നമുക്ക് ഒരുങ്ങാനായിട്ട് പോയാലോ? വാ ഏട്ടാ. സമയത്ത് ചെന്നില്ലെങ്കിലേ മുഹൂർത്തം തെറ്റുവേ. എന്നാലും ഇന്നലെ രാത്രി നമ്മളെ തട്ടകത്തിൽ കയറി അഭ്യാസം കാണിക്കാൻ ധൈര്യം കാണിച്ച ആരാണെന്നാ ഞാനീ ആലോചിക്കുന്നത്. എന്തായാലും അവൻ വരുത്തനാ. ശക്തമായ ആരുടെ പിന്തുണയും അവനുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു സാഹസത്തിന് ആരും നിൽക്കില്ല. അവൻ വന്നു കയറിയിരിക്കുന്നതേ വേലായുധന്റെ കുടുംബത്താ. വരട്ടെ, വേലായുധന്റെ മോടെ ദേഹത്ത് അവൻ കൈവച്ചിരിക്കുന്നേ. അവൻ എത്ര കൊമ്പത്തെ ആളായാലും അവൻ വിവരം അറിയണം. ശിവ, അവ ആരാണെന്ന് എനിക്കറിയണം. അത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ചേട്ടാ. തിരക്ക് പിടിച്ച് ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ആദ്യം കല്യാണം നടക്കട്ടെ. വന്നത് കൂലിക്കാരനാ, ലക്ഷ്യം മറ്റെന്തോ ആണ്. ആരായാലും എന്റെ മോളുടെ ചോരയ്ക്ക് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും. അവന്റെ ചോര ഞാൻ ഇവിടെ വീഴ്ത്തിയിരിക്കും. ചേട്ടൻ ഇതിൽ ഇടപെടണ്ട, ഇത് ഞാൻ മൂലം വന്ന പ്രശ്നമല്ലേ. കണക്ക് ഞാൻ തന്നെ തീർത്തോളാം. നീ എവിടത്തെ ബോഡി ഗാർഡാടാ? ഒരു മരുന്നിനെങ്കിലും ബുദ്ധി നിന്റെ തലയ്ക്കകത്തുണ്ടോടാ? ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു മണ്ടത്തരം നീ കാണിക്കുമായിരുന്നു. നിന്റെ ഈ തിരുമോന്തയം വെച്ചോണ്ടാണോടാ നീ ആ വീട്ടിൽ ചെന്ന് കയറി കൊടുത്തത്? അത് പിന്നെ ചന്ദ്രക്ക് എന്നെ അറിയാവുന്നതല്ലേ, എങ്ങനെ ചെന്നാലും എന്നെ മനസ്സിലാവുമല്ലോ. എന്താണ് സ്വാമി ഞാൻ എവനോട് പറഞ്ഞു കൊടുക്കേണ്ടത്? എന്ത് പറഞ്ഞാണ് ഞാൻ എവൻ ചെയ്തു വെച്ചിരിക്കുന്ന മണ്ടത്തരം എവനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ലാസറേ, ഇത്രയും ഗൗരവമുള്ള കാര്യം നിന്നെ ഏൽപ്പിക്കുമ്പോ നീ അത് അതിന്റേതായ ഗൗരവത്തിൽ എടുക്കണ്ടേ? നീ എന്നിട്ട് എന്തൊക്കെയാ ചെയ്ത് ഒപ്പിച്ച് വെച്ചിരിക്കുന്നേ? അത് പിന്നെ ആ വേലായുധനും ഭാര്യയും ആ സമയത്ത് അവിടെ വരുമെന്ന് എനിക്കറിയായിരുന്നോ? എടാ, നീ അത് മനസ്സിലാക്കണമായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാവുമെന്നും അവരെ നേരിടാനുള്ള മാർഗമൊക്കെ നീ കാണണമായിരുന്നു.
ചന്ദ്ര ആ പയ്യനെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാ. അവനെ കെട്ടുന്നതിനേക്കാളും നല്ലത് അവള് ചാകുന്നതാണെന്ന് തീരുമാനമെടുത്തത് ഞാനാ. എന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിട്ടാ ഞാൻ നിന്നെ അവിടേക്ക് അയച്ചത്. അല്ലാതെ നീ അവിടെ കാണിച്ചു കൂട്ടിയ കോമാളിത്തരങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സമാധാനം പറയാൻ വേണ്ടിട്ടല്ല. സാറേ മിണ്ടരുത് നീ. എടാ, നീ ആരാണെന്നും എന്താണെന്നും എവിടുന്നാണെന്നും ഒക്കെ അവര് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാ ഞാനിപ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനായിട്ട് നിൽക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായത്. അതിന് ഇടയാക്കിയത് നീയും. ഇത്തരം ബുദ്ധിയില്ലായ്മയും വെച്ചുകൊണ്ട് നീ ഈ ജോലിക്ക് പ്രാപ്തനല്ല. സാറേ, സാർ എനിക്ക് ഒരവസരം കൂടി താ. സാർ മനസ്സിൽ കാണുന്നത് പോലെ ഞാൻ പ്രവർത്തിച്ചു കാണിക്കാം. സാറിനെ കൈവിട്ട എന്റെ കാര്യം പോക്കാ സാറേ. അതിന് മാത്രം തെറ്റുകൾ സാറിന് വേണ്ടി ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. സാറിനെ കൈവിട്ടു എന്ന് എന്റെ ശത്രുക്കളെങ്ങാനും അറിഞ്ഞ പിന്നെ എന്റെ ബോഡി റെയിൽവേ ട്രാക്കിലാ സാറേ. അതെനിക്ക് നന്നായിട്ട് അറിയാം സാർ. എന്താണ് സ്വാമി ഞാൻ വേണ്ടത്? ലാസറെ, നിന്റെ ശത്രുക്കളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ശിവൻകുഞ്ഞിന്റെ മുന്നിലെങ്ങും കുറെ നാളത്തേക്ക് ചെന്ന് ചാടി കൊടുക്കാതിരിക്കുക. കൊടുത്താൽ ട്രെയിൻ കയറാതെ തന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. ചന്ദ്രകുഞ്ഞിന്റെയും പ്രകാശിന്റെയും വിവാഹം ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കുമെന്നാണ് അറിഞ്ഞത്. അതേത് രീതിയിലും ശിവൻകുഞ്ഞ് നടത്തുകയും ചെയ്യും. അത് നടന്നാൽ മഹേന്ദ്ര സാർ ഇതുവരെ എന്തെല്ലാം ചെയ്തു കൂട്ടിയോ അതിനൊന്നും ഒരു വിലയും ഇല്ലാതാവും. പിന്നെ മാണിക്കോത്ത് മഹേന്ദ്രൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് സ്വാമി കാര്യം? ആ വിവാഹം നടക്കരുത്. ചെയ്തു കൂട്ടിയ പാപങ്ങൾ ആവർത്തിച്ചാലും വേണ്ടില്ല. ഏത് വിധേനയും അത് തടയണം. ദാ, നിനക്ക് ഞാൻ ഒരു ചാൻസ് കൂടി തരും. ആ പ്രകാശ് എന്ന് പറയുന്നവൻ എന്റെ മകൾ ചന്ദ്രയെ വിവാഹം കഴിക്കാനായിട്ട് രജിസ്റ്റർ ഓഫീസിൽ എത്തരുത്. കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ലാം, അടിച്ചു തളർത്തി എവിടെയെങ്കിലും കിടത്തണമെന്നുണ്ടെങ്കിൽ കിടത്താം. എന്ത് ചെയ്തിട്ടായാലും പ്രകാശ് രജിസ്റ്റർ ഓഫീസിൽ എത്തരുത്. കൊന്നത്, എല്ലാരും കൂടി കൊന്നത്. നസീറിനെ കൊന്നതുപോലെ വിഷ്ണുവിനെയും കൊന്നത്. എല്ലാത്തിനും കാരണം ഞാനാ. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ദേവി, അമ്മ ഇപ്പൊ മുഴുവൻ സമയം പൂജാമുറിയിലാണല്ലോ വല്യേച്ചി. ഇതിന്ന് എങ്ങനെയാ അമ്മയൊന്ന് മാറ്റുക? അമ്മ നമ്മളിൽ നിന്നൊക്കെ അകന്ന് മറ്റേതോ ലോകത്തെ ഇപ്പൊ ജീവിക്കുന്നെ. ഇങ്ങനെ പോയാ നമുക്ക് നമ്മുടെ അമ്മയെ നഷ്ടമാവും. എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞാൽ പോലും ഇപ്പൊ ഒന്നും കഴിക്കുന്നുമില്ല. ഇങ്ങനെ പോയാൽ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരും. നീ തൽക്കാലം അമ്മയെ ഭക്ഷണം കഴിക്കാൻ വിളിക്ക്. എന്താ പറയുന്നതെന്ന് അറിയാലോ. ചെല്ല.